സമർപ്പിക്ക. ഇന്ന് പകൽക്കാലം സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ, സാന്നിധ്യത്താൽ ഇന്ന് പകൽ തൻ്റെ ജനം നിറയപ്പെടേണ്ടതിന്, തൻ്റെ ജന ആത്മാവിൽ നിറയപ്പെടേണ്ടതിന്, തൻ്റെ ജന ആത്മാവിൽ നിറയപ്പെടേണ്ടതിന്, ഒരു നിമിഷം തൻ്റെ ജന ആത്മാവിൽ നിറയപ്പെടേണ്ടതിന്, ഇന്ന് പകൽക്കാലം തൻ്റെ ജന ആത്മാവിൽ നിറയപ്പെടേണ്ടതിന് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരകവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവൻ എന്തു പകരം കൊടുക്കൂ? രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ 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 സ്തോത്രം പിതാവേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആമേൻ, നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ആമേൻ, ഹല്ലേലൂയ. ലഭിപ്പാനിടയായി തീർന്നത് 144 സങ്കീർത്തനം. അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് വായിച്ച് കേൾപ്പിക്കുവാനിടയായി തീർന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനവും കൂടെയാണ് ഈ 144 സങ്കീർത്തനം. ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് ഈ 144 സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം. നമ്മുടെ ഒന്നാമത്തെ രാജാവായ ശൗല് ൻ്റെ ഭരണശേഷം ഇസ്രായേൽ ജനത്തെ ഭംഗിയായി ഭരിച്ച ഒരു രാജാവാണ് ദാവീദ്. ദൈവം തൻ്റെ ജനത്തിൻ്റെ ഭരണം മനുഷ്യരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത് ആദ്യമായിട്ട് ശൗലിനെയാണ്. അത് ദൈവം മനസ്സോടെ ഏൽപ്പിച്ചതല്ല. ഇസ്രായേൽ മക്കൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം ഡയറക്റ്റായിരുന്നു ഇസ്രായേൽ മക്കളെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇസ്രായേൽ മക്കൾക്ക് ആലോചന പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്, ഇസ്രായേൽ മക്കളെ നടത്തിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. എന്നാൽ അവർ ദൈവത്തോട്, അല്ലെങ്കിൽ അന്നത്തെ ന്യായാധിപനായി അവിടെ മുൻപിൽ നിന്ന ശമൂവേലിനോട് ഇസ്രായേൽ മക്കൾ ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്നല്ല ആവശ്യപ്പെട്ടത്, ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ. ഹല്ലേലൂയ. അപ്പോൾ അവർ വചനം പറയുന്നത് ജാതികളുടെ വഴി പഠിക്കരുതെന്നാണ്. പക്ഷേ ഇസ്രായേൽ മക്കൾ ദൈവത്തോട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി നിൽക്കുന്ന ശമൂവേലിനോട് ആവശ്യപ്പെടുന്നത് ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് വേണം. ഇത് കേട്ട ഉടനെ തന്നെ, ആമേൻ, സ്തോത്രം, ശമൂവേൽ ദുഃഖിക്കുവാനിടയായി തീർന്നു. ശമൂവേലിന് ഭയങ്കര ഭാരമുണ്ടാകുവാനിടയായി തീർന്നു. അത് ശമൂവേൽ ദൈവസന്നിധിയിൽ പറയുകയും കരയുകയും ചെയ്തു. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ശമൂവേലിനോട് സംസാരിച്ചു. നീ എന്തിന് കരയുന്നു? നീ എന്തിനു ഭാരപ്പെടുന്നു? നിന്നെ അല്ലല്ലോ തള്ളിയത്, എന്നെയല്ലേ തള്ളിയത്. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം ശമൂവേലിനോട് പറഞ്ഞു, അവരുടെ ആവശ്യം എന്താണോ
അത് നീ അങ്ങ് ചെയ്തു കൊട്. അവരുടെ ആവശ്യം എന്താണോ അത് നീ അങ്ങ് നിർവഹിച്ചു കൊട്. അങ്ങനെ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ്, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായി രംഗപ്രവേശനം ചെയ്യുന്നു ശൗൽ. എഴഞ്ഞും ഒക്കെ 40 വർഷം തികയ്ക്കുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞിട്ട് ഒരു രാജാവ് ഇസ്രായേലിലേക്ക് ഭരണമേറ്റെടുക്കുവാനിടയായി. അത് ദൈവം തിരഞ്ഞെടുത്തതാണ്. ഹല്ലേലൂയ. ആദ്യത്തത് മനുഷ്യൻ തിരഞ്ഞെടുത്തതും രണ്ടാമത്തത് ദൈവം തിരഞ്ഞെടുത്തതുമാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ആളിനെ മനുഷ്യൻ തള്ളി. രണ്ടാമത്തെ വ്യക്തിയെ മനുഷ്യന്റെ കണ്ണിൽ കണ്ടില്ല. രണ്ടാമത്തെ വ്യക്തി മനുഷ്യന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ല. പക്ഷെ തമ്പുരാന്റെ കണ്ണിൽ അവൻ യോഗ്യനായിരുന്നു. ഹല്ലേലൂയ. വീട്ടുകാർക്ക് ഗുണമില്ലാത്തവനായി, നാട്ടുകാർക്കും ഗുണമില്ലാത്തവനായി, അപ്പനും വേണ്ടാത്തവനായി, അമ്മയും ഉപേക്ഷിക്കപ്പെട്ടവനായി, വീട്ടിൻ്റെ അകത്ത് സ്ഥാനമില്ലാത്തവനായി, കാട്ടിൽ വനാന്തരത്തിൽ 5-6 ആടുകളുമായി നടക്കുമ്പോ സകല ഹൃദയങ്ങളെയും തൂക്കി നോക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹൃദയങ്ങളെ സ്തോത്രം തൂക്കി നോക്കുന്ന ദൈവം ഇശായിയുടെ കുടുംബത്തിൽ ഹൃദയത്തെ തൂക്കിയപ്പോ കുറവില്ലാതെ രാജസ്ഥാനത്തിരിക്കുവാൻ യോഗ്യനായ ഒരുവനുണ്ടായിരുന്നു. അതപ്പൻ മറന്ന, അതമ്മാവ് ഉപേക്ഷിച്ച, അത് സഹോദരന്മാരുടെ കണ്ണിൽ നിന്ദിതനായ, അത് നാട്ടുകാർക്ക് ഗുണമില്ലാത്ത, എല്ലാവരാലും വെറുക്കപ്പെട്ട് വനാന്തരത്തിൽ ആടുകളോടുകൂടെ കിടന്ന സ്തോത്രം ദാവീദായിരുന്നു. ദാവീദിനെ കണ്ടതുകൊണ്ട് ദാവീദിനെ രാജസ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തു, അഭിഷേകം ചെയ്തു. ചെങ്കോലും കിരീടവും ദൈവം ദാവീദിൻ്റെ കയ്യിൽ കൊടുക്കുവാനിടയായി തീർന്നു. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് വനത്തിൻ്റെ അകത്ത് കിടന്നാലും അവിടെ നിന്ന് ദൈവം വരുത്തും. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരൊക്കെ മറച്ചു നിർത്തിയാലും തമ്പുരാൻ പുറത്ത് കൊണ്ടുവരും. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആമേൻ, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ നിന്നെ മാറ്റിവച്ചാലും, ആരൊക്കെ നിന്നെ നിന്ദിച്ചാലും, ആരൊക്കെ നിന്നെ വിടക്കം നെണ്ണിയാലും, ആരൊക്കെ നിന്നെ ആമേൻ ഹല്ലേലൂയ വില കൽപ്പിച്ചില്ലെങ്കിലും അവിടെ നിന്ന് തക്ക സമയമാകുമ്പോ ആമേൻ സകല മനുഷ്യരുടെ ബുദ്ധികളെയും അഫലമാക്കിക്കൊണ്ട് തമ്പുരാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. തമ്പുരാൻ നിന്നെ പുറത്തെടുക്കും. തമ്പുരാൻ നിന്നെ ആമേൻ ലോകത്തിൽ പ്രസന്റ് ചെയ്യോ. തമ്പുരാൻ നിന്നെ ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കോ. അതാണ് തമ്പുരാന്റെ പദ്ധതി എന്ന് പറയുന്നത്. പ്രിയരേ, ഹല്ലേലൂയ. ഒരു കാര്യം കൂടി പറയാം. ദൈവ വിളി നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൈവയ്പ് നിന്റെ തലമേലുണ്ടെങ്കിൽ, നീ എത്ര വഴുതി പോയാലും, എവിടെ പോയി ഒളിച്ചാലും, ആമേൻ എവിടെയൊക്കെ നിന്നാലും, ആ വിളിയും കൈവയ്പും നിന്റെ മേലുള്ളിടത്തോളം കാലം ഒരന്ധകാര ശക്തിക്കും നിന്റെ മേൽ അധികാരം പറയാൻ പറ്റത്തില്ല. ഒരു പൈശാചിക ശക്തിക്കും നിന്റെ മേൽ അധികാരം പറയാൻ പറ്റത്തില്ല. ഒരു മാനുഷിക വ്യക്തികളും നിന്നെ തടയത്തില്ല. അത്തക്ക സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ കൈവയ്പ് നിന്റെ മേൽ പ്രവർത്തിച്ചു തുടങ്ങും. കർത്താവിൻ്റെ വിളി നിന്റെ മേൽ പ്രവർത്തിച്ചു തുടങ്ങും. ആ സമയമാകുമ്പോ ആമേ ശക്തന്മാരുടെ യോഗ്യന്മാരുടെ നടുവിൽ നിന്റെ കൊണ്ട് നിർത്തൂ. ആമേ, അപ്പോൾ നമുക്ക് തോന്നും ഇതൊരു സ്വപ്നമായിരുന്നോ എന്ന്. ഹല്ലേലൂയ. കാട്ടിൽ കിടന്നവൻ എങ്ങനെ യുദ്ധം ചെയ്യാൻ അറിയാം അല്ലേ? ഷായിയുടെ മറ്റേ മക്കൾക്കൊക്കെ അറിയാം. അവര് പട്ടാളത്തിലെ പ്രമാണിമാരാ. അവർക്ക് എവിടെ കൂടി വെട്ടാനും അറിയാം, ചുരുട്ടുവാളെടുത്ത് കറക്കാനും അറിയാം, പിച്ചുവെടുത്ത് കുത്താനും അറിയാം. എല്ലാം പഠിച്ച് തികഞ്ഞു നിറവും തറവും പ്രാപിച്ചാണ് ആമെ പട്ടാളത്തിൽ എടുത്തത്. ഇവിടെ ആമെ ഹല്ലേലൂയ ചുരുട്ടുവാളെടുത്ത് ആമേ ഹല്ലേലൂയ ചുറ്റുമെങ്കിൽ, ചുരുട്ടുവാളെടുത്ത് ചുറ്റിക്കുമെങ്കിൽ അത് നേരെ വന്ന് ദാവീദിൻ്റെ കഴുത്തിലായിരിക്കും കൊള്ളുന്നത്. കാരണം പുള്ളിക്ക് തന്നെ അറിയത്തില്ല. ഹല്ലേലൂയ. ചുരുട്ടുവാളെടുത്ത് കറക്കുവാനോ പിച്ചുവായെടുത്ത് വെട്ടുവാനോ ഈ ദാവീദിന് അറിയത്തില്ല.
അതെടുത്ത് ചുരുട്ടുവാൾ കറക്കുമെങ്കിൽ അത് നേരെ വന്ന് ആദ്യം, അതിനൊരു കുഴപ്പമുണ്ട്, അത് കറക്കേണ്ട രീതി കറക്കിയില്ലെങ്കിൽ കറക്കുന്നവൻ്റെ കഴുത്ത് പോകും. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്ത് രാജസ്ഥാനത്ത് ഇരുത്തിയപ്പോൾ, രാജസ്ഥാനത്ത് കൊണ്ട് ഇരുത്തിയപ്പോ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കൈകളെ നീ ഒന്ന് അഭ്യസിപ്പിക്കണം. ഹല്ലേലൂയ. ഇന്നുവൽ കൈകളെ അഭ്യസിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. കൈകൾ എങ്ങോട്ടൊക്കെ പോണ്, എവിടെയൊക്കെ പോണ്, എങ്ങനെയൊക്കെ പോണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മുടെ ഇരിക്കുന്നൊരു മൊബൈൽ ഫോൺ വെച്ച് നമ്മുടെ വിരലുകൾ കൊണ്ട് എവിടെയൊക്കെ ഏതൊക്കെ രാജ്യത്ത്, എവിടെയൊക്കെ ഏതൊക്കെ റൂമിൽ, എവിടെയൊക്കെ ഏതൊക്കെ വ്യക്തികളുടെ അരികിൽ ഒക്കെ പോകണമോ അതിനൊക്കെ പോകാനുള്ള ഒരിടമായി, ഒരു കാലഘട്ടമായി നമ്മൾ മാറിയിരിക്കുന്നു. ഇന്നു പകൽ കേൾക്ക്, നമ്മുടെ കൈകളെ ദൈവം അഭ്യസിക്കണം കേട്ടോ, അഭ്യസിപ്പിക്കണോ. എന്തിന്? ദൈവം മഹത്വമുള്ളതിന് വേണ്ടി, ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി, ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ വേണ്ടി. ഇന്നു പകൽക്കാലം നമ്മുടെ കരങ്ങളെ, കൈകളെ ഇന്നു പകൽ തമ്പുരാൻ, ഹല്ലേലൂയ, എത്ര പേര് ചേർന്ന് ആമേൻ പറയോ? തമ്പുരാൻ അഭ്യസിപ്പിക്കുക. എൻ്റെ കുഞ്ഞിൻ്റെ കൈകളെ കർത്താവേ ഒന്ന് അഭ്യസിപ്പിക്കണമേ എന്ന്. അവന് വേണ്ടാത്ത ഒരിടത്ത് കൈകൾ നീട്ടല്ലേ എന്ന്, അവൻ വേണ്ടാത്ത ഒന്നിലേക്ക് പോകല്ലേ എന്ന്, അവൻ വേണ്ടാത്തൊരു സൈറ്റിലേക്ക് പോകല്ലേ എന്ന്, അവൻ വേണ്ടാത്ത ഒന്നും വാങ്ങല്ലേ എന്ന്, അവൻ വേണ്ടാത്ത ഒന്നും കൊടുക്കല്ലേ എന്ന്, അവന് വേണ്ടാത്തതോ അവൻ്റെ ആത്മീയത്തിന് ചേരാത്തതിലൊന്നിലും അവൻ്റെ കരം നീട്ടല്ലേ എന്ന്. അവൻ്റെ കരങ്ങളെ ഒന്ന് പഠിപ്പിച്ചെടുക്കണമേ, അവൻ്റെ കരങ്ങളെ ഒന്ന് അഭ്യസിപ്പിച്ചെടുക്കണമേ എന്ന്. എത്ര അമ്മമാര്, എത്ര അപ്പന്മാരെന്നോ പകൽക്കാലം ദൈവസന്നിധിയിൽ ആമേ തൻ്റെ തലമുറകൾക്ക് വേണ്ടി മധ്യസ്ഥയണയ്ക്കും, പ്രാർത്ഥിക്കും. എത്ര പേരെന്നോ പകൽക്കാലം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കും. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരയേണ്ട ഒരു കാലമായിരിക്കുകയാണ്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരയേണ്ട ഒരു കാലമായിരിക്കുകയാണ്. ആമേൻ. അതുകൊണ്ട് ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തു യെരൂശലേം തിരുവീതിയിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ യെരൂശലേം പുത്രിമാരെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞത്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവേ. ഇന്നു പകൽ തലമുറകൾ താന്തോന്നികളായി, തലമുറകൾ വഴിപിഴച്ച്, തലമുറകൾ ആർക്കും ഉപയോഗമില്ലാതെ, തലമുറകൾ എല്ലാവർക്കും തലവേദനകളായി മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുമ്പോൾ ഇന്നോ പകൽക്കാലം അപ്പനെ ഉറക്കിയിട്ടിട്ട്, അമ്മയെ ഉറക്കിയിട്ടിട്ട്, വീട്ടുകാരെ ഉറക്കിയിട്ടിട്ട് തോന്നുന്നത് പോലെ തോന്നിവാസങ്ങൾ കാട്ടി നടക്കുമ്പോ ഇന്നോ പകൽ നമ്മുടെ തലമുറകൾ കർത്താവിന് പ്രയോജനമുള്ള തലമുറകളായി, നമ്മുടെ തലമുറകൾ നമുക്ക് വെള്ളം തരുന്ന തലമുറകളായി, നമ്മുടെ തലമുറകൾ നമ്മളെ ബഹുമാനിക്കുന്ന തലമുറകളായി, നമ്മുടെ തലമുറകൾ സഭയ്ക്ക് മാതൃകയുള്ള തലമുറകളായി, നമ്മുടെ തലമുറകൾ ദൈവനാമത്തെ അപമാനിക്കാത്ത തലമുറകളായി, നമ്മുടെ തലമുറകൾ സഭയ്ക്കും ദേശത്തിനും കുടുംബത്തിനും അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി അവർ വേണ്ടാത്ത ഒരിടത്ത് കരം നീട്ടാതെ, അവർ വേണ്ടാത്ത ഒരിടത്ത് പോകാതെ, അവർ വേണ്ടാത്ത ഒരു കാര്യം ചെയ്യാതെ, അവർ വേണ്ടാത്തതൊന്നും ചിന്തിക്കാതെ ഇന്നോ പകൽക്കാലം നമ്മുടെ തലമുറകളെ വിശുദ്ധന്മാരായി, വിശുദ്ധമതികളായി വളർത്തുവാൻ ഇന്നോ പകൽക്കാലം സഭയെ കുടുംബങ്ങളെ എന്നെ ഉൾപ്പെടെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് കണ്ടു. വെറും 17 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു പയ്യൻ, അവനെ കണ്ട ഒരു 25 വയസ്സ് പ്രായം വരും, പക്ഷേ അവൻ്റെ അമ്മ പറഞ്ഞത് 17 വയസ്സ് പ്രായം. രാത്രി ഭക്ഷണമൊക്കെ കൊടുത്തു, എല്ലാം കൊടുത്തു, അവരെ അവിടെ കിടത്തി, അവൻ്റെ റൂമിൽ, അവനൊരു ഒറ്റയ്ക്കൊരു റൂമുണ്ട്, റൂമിൽ കയറി അപ്പനും അമ്മയും അവരുറങ്ങാൻ കിടന്നു. സഹോദരൻ വേറൊരു റൂമിൽ കിടക്കുന്നു. എല്ലാവരും ഉറക്കത്തിലായി. ആമേൻ, സ്തോത്രം. എല്ലാവരും ഉറക്കത്തിലേക്ക് പോയപ്പോൾ പ്രഭാതത്തിൽ 4 മണിക്ക് വീട്ടിലൊരു ഫോൺ കോൾ വരുന്നു. നിങ്ങളുടെ മകൻ ആക്സിഡൻറ്റ് പറ്റ്
ഗുരുതരാവസ്ഥയിൽ ഇന്ന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു, എത്രയും പെട്ടെന്ന് വരാൻ. 17 വയസ്സുള്ള തൻ്റെ മകൻ്റെ കാര്യമാണ് പറഞ്ഞത്. അയ്യോ, അത് വരാൻ സാധ്യതയില്ല, എൻ്റെ മോനതാ കട്ടിലിൽ കിടന്ന് ഉറങ്ങിയല്ലേ, ഞാനല്ലേ അവന് ഭക്ഷണവും കൊടുത്ത് ഉറക്കിയത്. അമ്മ ഓടി ടെറസിൻ്റെ മണ്ടയിൽ ഓടി അവൻ്റെ റൂം തുറന്നു കിടക്കുന്നു. തുറന്നു നോക്കിയപ്പോൾ കട്ടിലിൽ ആളില്ല. 17 വയസ്സ് പ്രായമുള്ളവനെ ഭക്ഷണം കൊടുത്ത് കട്ടിലിൽ കിടത്തിയിട്ട് അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടി വിട്ടിട്ട് റൂമിൽ കയറി ഉറങ്ങി. അവരൊന്നും അറിയാതെ ഉറങ്ങി. വെളുപ്പിന് 4 മണിക്ക് ഫോൺ കോൾ, ഇന്ന ആശുപത്രിയിൽ, കൊല്ലം ചിന്നക്കടയ്ക്കടുത്തുള്ളൊരു ആശുപത്രിയിൽ ഓടി വരണം, നിങ്ങളുടെ മോൻ ഗുരുതരാവസ്ഥയിലായിരിക്കുന്നു. അവർ വണ്ടി എടുത്തുകൊണ്ട് ഉടൻ തന്നെ ആശുപത്രിയിൽ പാഞ്ഞപ്പോൾ ഒരു കാല് ആമേൻ ഉപയോഗിക്കാൻ കൊള്ളാതെ ഭയങ്കരപ്പെട്ട ഒടിഞ്ഞ് തകർന്നു നുറങ്ങി. നട്ടല് ഒടിഞ്ഞ് ആമേൻ സ്തോത്രം. അവൻ ജീവൻ മാത്രം ഉള്ളതുപോലെ കണ്ണും തുറന്ന് കിടക്കുന്നു. നിലവിളിച്ചുകൊണ്ട്, അയ്യോ ഇതെന്റെ മോനാണല്ലോ. കണ്ടോ കണ്ടോ കണ്ടോ, ഇത് കഴിഞ്ഞ ദിവസം ന്യൂസ് വന്ന കാര്യമാണ്. 2 മാസം മുമ്പ് നടന്നതാ. കൊല്ലം ചിന്നക്കടയ്ക്കടുത്ത് സംഭവിച്ചൊരു സംഭവമാ. ആമേൻ സ്തോത്രം. ഇപ്പോ അവന്റെ ഒരു കാല് മുറിച്ചു. അവന്റെ ആന്തരിക അവയവങ്ങളെല്ലാം തകർന്നുപോയി. അമ്മയും അപ്പനും വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാൻ പറ്റാതെ അവനെ നോക്കി നടക്കുന്നു. ഒരു കൃത്രിമ കാല് വേണം അവൻ ക്യാമറയ്ക്ക് മുഖം കൊടുക്കുന്നില്ല. കണ്ടോ, ആരെങ്കിലും അറിഞ്ഞോ? അപ്പനെ അമ്മേനെയും കബളിപ്പിച്ചിട്ട് ഒരു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ പാർട്ടിയുടെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ വേണ്ടി പോയതാ. അപ്പൻ അറിഞ്ഞില്ല, അമ്മ അറിഞ്ഞില്ല, വീട്ടുകാരറിഞ്ഞില്ല. ഞാനൊരു കാര്യം പറയാം, കൂട്ടുകാർക്ക് വേണ്ടി നിന്റെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്നത് അത് തീരാ ദുഃഖമാകല്ലേ. കൂട്ടുകാർ വേണ്ടെന്നല്ല, ഫ്രണ്ട്സുകൾ വേണ്ടെന്നല്ല, നാട്ടുകാർ വേണ്ടെന്നല്ല, പള്ളിക്കാർ വേണ്ടെന്നല്ല, കുടുംബക്കാർ വേണ്ടെന്നല്ല. പക്ഷെ അപ്പനേക്കാൾ, അമ്മയേക്കാൾ, ദൈവത്തെക്കാൾ, ദൈവ സ്നേഹത്തെക്കാൾ, ആമേൻ ദൈവികതയേക്കാൾ, ആമേൻ ദൈവം നിന്നെ കണ്ടിരിക്കുന്ന ആ ദൈവ വിളിയേക്കാൾ വലുതായി ഇന്നോ പകൽ ഒന്നിനെയും നീ കാണരുത്. ഒന്നിനും നീ വില കൽപ്പിക്കരുത്. ഒന്നിന്റെയും പുറകെ നീ പോകരുത്. അത് ഒറ്റ ദിവസം കൊണ്ട് തീരത്തില്ല. നിന്റെ മരണം വരെയോ അത് വേട്ടയാടിക്കൊണ്ടിരിക്കൂ. അതുവരെയോ നിനക്കൊരു തീരാ ദുഃഖമായിരിക്കും. 17 വയസ്സ് മാത്രം പ്രായമുള്ളവൻ പല നാൾ കള്ളം ഒരു നാൾ പിടിക്കുമെന്ന് പറഞ്ഞത് പോലെ പലരെയും പലപ്പോഴും പറ്റിക്കാം. എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റത്തില്ല. കുറേ കാലം കുറേ പേരെയൊക്കെ പറ്റിക്കാം. കുറേ പേരെ പറ്റിച്ചൊക്കെ മുന്നോട്ട് പോവാം. എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റത്തില്ല. അതാര് തന്നെയാണെങ്കിലോ. ആ അപ്പനും അമ്മയും അറിയാതെ എത്രയോ രാത്രികൾ ചിലപ്പോൾ ഇവൻ പോയി കാണും. പക്ഷെ ഒരു ദിവസം കണ്ടോ അവൻ്റെ ജീവിതം തകർന്നത്. ഇനി അവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? ഇനി അവന് പഴയതുപോലെ ഓടാൻ പറ്റുമോ? കൂട്ടുകാർ വിളിച്ചാൽ ഓടാൻ പറ്റുമോ? ഇല്ല ഇല്ല ഇല്ല. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ പറയാം. ദൈവസഭയെ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ. അവർ പോകുന്നത്, അവർ വരുന്നത്, അവർ ചെയ്യുന്നത്, അവർ ഇരിക്കുന്നത്, അവർ കൊടുക്കുന്നത്, അവർ വാങ്ങിക്കുന്നത്, അവരുടെ കരം കൊണ്ട് ചെയ്യുന്നത് എല്ലാം. അതുകൊണ്ടാ ദാവീദ് പറയുന്നത്, എൻ്റെ അല്ലേ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും, കൈയെയും വിരലുകളെയും. കൈയും വിരലും ദൈവം ഒന്ന് അഭ്യസിപ്പിച്ചാൽ കുറേയൊക്കെ നമുക്ക് ആമേൻ സ്തോത്രം അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ട ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം ഒരു കളിക്കളമല്ല കുഞ്ഞേ. ക്രിസ്തീയ ബാക്കിയെല്ലാം നമുക്ക് കളിച്ചു നിൽക്കാം. പക്ഷെ ദൈവത്തിന്റെ സന്നിധി മാത്രം കളിച്ചു നിൽക്കാൻ പറ്റത്തില്ല.
ഒരു ദിവസം കളി മാറും. ഹല്ലേലൂയ. മറ്റെല്ലായിടത്തും നമുക്ക് കളിച്ചു നിൽക്കാം, മറ്റെല്ലായിടത്തും നമുക്ക് കളി പറഞ്ഞു നിൽക്കാം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്, ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടാണ്. ഇന്ന് പകൽക്കാലം ആമേൻ, ദൈവം നിൽക്കേണ്ടതിന് പകരക്കാരനായി, ദൈവം നിൽക്കേണ്ടതിന് പകരക്കാരായി ഇന്ന് പകൽക്കാലം ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു എന്നാണ് ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നത്. ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും, ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പിൻബലത്തിൽ ആമേ ഒരു കാര്യം ഞാൻ പറയാ, ആമേ ഒരു ദൈവദാസൻ ആലയത്തിൻ്റെ നടുവിൽ ദൈവസഭയുടെ മുമ്പിൽ വചനവുമായി നിൽക്കുമ്പോ ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടാണ്. ആമേൻ. നമ്മൾ അംഗീകരിക്കാത്ത ഒരുപാട് പേര് കാണും. ഹല്ലേലൂയ. എല്ലാവരും അംഗീകരിപ്പിച്ച കർത്താവ് യേശുവിനെ ഇവിടെ ആരും അംഗീകരിച്ചിട്ടില്ലല്ലോ, അല്ലേ? ബറബാസിനെ അംഗീകരിച്ചു, കൊടും ക്രിമിനലിനെ. പക്ഷെ യേശുവിനെ, ഒരു തെറ്റും ചെയ്യാത്ത യേശുവിനെ ആരും അംഗീകരിച്ചില്ല. ഹല്ലേലൂയ. കൊടും കുറ്റവാളിയായ ആമേൻ അന്നത്തെ സമൂഹത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി, ആമേൻ സ്തോത്രം, തൂക്കുകയറിന് വേണ്ടി കാത്തുകെട്ടിക്കിടന്ന ബറബാസിനെ വിട്ടുതരാൻ വേണ്ടി, ബറബാസിന് വേണ്ടി ജയ് വിളിക്കാൻ വേണ്ടി, ബറബാസിന് വേണ്ടി ചോര നീരാക്കാൻ വേണ്ടി, ബറബാസിന് വേണ്ടി രക്തം നീരാക്കാൻ വേണ്ടി, ബറബാസിന് വേണ്ടി നെഞ്ചുപൊട്ടി വിളിച്ചപ്പോ ഒരു തെറ്റും ചെയ്യാത്ത യേശു ക്രിസ്തുവിനെ ക്രൂശിക്ക 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 എന്ന് പറഞ്ഞ് ആമേ വിളിച്ച ലോകമല്ലേ നമ്മുടെ ലോകം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവസഭയോട് ഞാൻ പറയാ, ലോകം നമുക്ക് യോഗ്യമല്ല. ലോകം ഇന്ന് നമ്മളെ വാനോളം പുകഴ്ത്തു, നാളെ നിന്നെ നോക്കി ക്രൂശിക്കാൻ പറയൂ. ലോകം ഇന്ന് നന്നെ പൂമാലയിട്ട് സ്വീകരിക്കൂ, നാളെ നിനക്ക് കഴുകുമരം ഒരുക്കി വയ്ക്കൂ. ലോകം നിനക്ക് ഇന്ന് പട്ടുമെത്ത വിരിച്ചു തരൂ, ലോകം നാളെ നിനക്ക് പടുകുഴി ഒരുക്കൂ. ഇന്ന് പകൽ അതുകൊണ്ടാ ഭക്തന്മാർ പറഞ്ഞത്, ലോകം നമുക്ക് യോഗ്യമല്ല. കാരണം ഇതൊരു പോർക്കളമാണ്. ആമേൻ. ഇതൊരു പോർക്കളത്തിലാണ് നമ്മളായിരിക്കുന്നത്. ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് കയറിയാൽ ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തന്നെ ഉറപ്പില്ല. അങ്ങനെയുള്ള ദൈവിക ആലോചനകൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കളിക്കളത്തിലല്ല കേട്ടോ, നമ്മളൊരു കുലക്കളത്തിലാണ്, നമ്മളൊരു യുദ്ധക്കളത്തിലാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ കൈകളെ ഒന്ന് നീ അഭ്യസിപ്പിച്ചു തരണം. സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ മക്കളുടെ നായകനായ മോശയോട് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഈ മിസ്രൈമിൽ കിടന്ന് ഊഴിയ വിചാരകന്മാരുടെ അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ കിടന്ന് കണ്ണുനീര് കുടിച്ച് ഇവിടെ കിടന്ന് പ്രയാസപ്പെടേണ്ടവരല്ല, ഈ മിസ്രൈമിൽ കിടന്ന് കഷ്ടം അനുഭവിക്കേണ്ടവരല്ല, ഈ മിസ്രൈമിൽ കിടന്ന് വേദനപ്പെടേണ്ടവരല്ല, ഈ മിസ്രൈമിൽ കിടന്ന് പ്രയാസം അനുഭവിക്കേണ്ടവരല്ല. ആമേ സ്വർഗത്തിലെ ദൈവം ആമേ സ്തോത്ര ഹല്ലേലൂയ മോശയോട് പറഞ്ഞു, ഇസ്രായേലിനോട് പറ, ഒരു പാലും തേനും ഒഴുകുന്ന ഒരു ദേശം നിങ്ങൾക്ക് വേണ്ടി ഒരിടത്ത് ഒരുക്കിയിട്ടുണ്ട്. നീ മിസ്രൈമ്യരുടെ ഇരുമ്പ് നുകത്തിൻ്റെ കീഴിൽ അവിടെ കൊടിയ പീഡകൾ അനുഭവിച്ച് അതിനകത്ത് കിടക്കുമ്പോൾ തന്നെ നിന്റെ തലമുറയ്ക്കുള്ളത് തമ്പുരാൻ കരുതി മറ്റൊരിടത്ത് വച്ചിട്ടുണ്ട്. നീ മിസ്രൈമിൽ ആമേ ശത്രുവിൻ്റെ കൈക്കീഴിൽ കിടക്കുമ്പോൾ തന്നെ, മിസ്രൈമിൽ നീ പ്രതികൂലത്തിൻ്റെ ഇടയിലായിരിക്കുമ്പോൾ തന്നെ നിന്റെ തലമുറ അനുഭവിക്കേണ്ട നന്മകൾ വരെയോ തമ്പുരാൻ മറ്റൊടുത്ത് ഒരുക്കി വച്ചിട്ടുണ്ട് കേട്ടോ. നീ ഈ കഷ്ടതയിൽ കിടക്കേണ്ടവരല്ല, നീ ഇരുമ്പ് നുകത്തിൽ കിടക്കേണ്ടവനല്ല, നീ കണ്ണുനീര് കുടിക്കേണ്ടവരല്ല. ആമേ ഇവിടെ നിന്ന് പകൽക്കാലം ടാറ്റ പറഞ്ഞിറങ്ങുമ്പോ നീ കാണാത്ത ഒരു നന്മ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതി വച്ചിട്ടുണ്ട്. നീ എങ്ങനെ ജീവിക്കുമെന്നൊന്നും ഭാരപ്പെടണ്ട.
എങ്ങനെ പറയാമേ, മുന്നോട്ട് പോകുന്നൊന്നും ഭാരപ്പെടണ്ട. തമ്പുരാൻ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇന്നോ പകൽക്കാലം നിന്റെ തലമുറയെക്കുറിച്ച് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ ഉന്നതന്മാരുടെ നടുവിൽ നിൽക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ നിനക്ക് ഹല്ലേലൂയ നിന്റെ കണ്ണ് തിരുമി അടയ്ക്കുമെന്ന് തമ്പുരാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേൻ, നീ അവൻ്റെ കണ്ണ് തിരുമി അടയ്ക്കത്തില്ല. നീ ആമേൻ ഹല്ലേലൂയ അവൻ്റെ വാഗ്ദത്തം നിറവേറാതെ ഇവിടുന്ന് ആമേൻ ദൈവം എടുക്കത്തില്ല. ഇന്നോ പകൽക്കാലം അബ്രഹാം വാഗ്ദത്തം കൊടുത്തൊരു സന്തതിയെ കൊടുത്തെങ്കിൽ, ഇന്നോ പകൽക്കാലം ആമേൻ ആ സന്തതിയുമായി മോറിയായിലെ മലയിൽ യാഗം കഴിക്കുവാൻ പോയാലും അബ്രഹാമിൻ്റെ ഉള്ളിൽ അബ്രഹാമിനൊരു ഉറപ്പുണ്ടായിരുന്നു. അബ്രഹാമിന് അറിയാം, എൻ്റെ ദൈവം എനിക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്, ആ വാഗ്ദത്തം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ വാഗ്ദത്തത്തിൻ്റെ നിറവേറൽ ഇതുവരെ നടക്കാത്തിടത്തോളം കാലം ഒരു പൈശാചിക ശക്തികൾക്കോ ഒരു മാനുഷിക വ്യക്തികൾക്കോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ എൻ്റെ തലമുറയുടെ മേലോ അധികാരമില്ല എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. മിസ്രൈമിൽ ഫറവോന്റെ കീഴിൽ അടിമകളായി കിടന്ന്, അവിടെ കിടന്ന് ഇരുമ്പ് നുകത്തിൽ കീഴിൽ കിടന്ന് അവർ കണ്ണുനീര് കുടിക്കുമ്പോഴും അവർക്ക് വേണ്ടി തമ്പുരാൻ മറ്റൊരിടത്തൊരു പാലും തേനും ഒരുക്കി വച്ചിരുന്നു. അത് മോശയോട് ദൈവം പറഞ്ഞു, നീ ഇസ്രായേൽ മക്കളോട് പറയണം. ഇസ്രായേൽ മക്കളോട് വന്ന് മോശ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: നിങ്ങളിവിടെ കിടന്ന് കണ്ണുനീര് കുടിക്കണ്ട, നിങ്ങളിവിടെ കിടന്ന് നിന്നെ അനുഭവിക്കണ്ട, നിങ്ങളിവിടെ കിടന്ന് പരിഹാസം കേൾക്കണ്ട. നിങ്ങൾക്കൊരു പാലും തേനും ഒഴുകുന്നൊരു ദേശമുണ്ട്. ആരാ സന്തോഷിക്കാത്തത്? അത്താഴപ്പട്ടിണിക്കാരനോട് പറയുക, ആമേൻ, നിനക്കൊരു മണി ഓർഡർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്താഴപ്പട്ടിണിക്കാരനോട് ആമേ ഹല്ലേലൂയ പറയുക, ഇതെല്ലാം നിനക്കുള്ളതെന്ന് പറഞ്ഞ ആരാ സന്തോഷിക്കാത്തത്? ആമേൻ, നല്ലൊരു ആഹാരം കഴിച്ചിട്ട്, നല്ലൊരു വസ്ത്രം ഉടുത്തിട്ട്, നല്ലൊരു ഭവനത്തിൽ പാർത്തിട്ട്, നല്ലവരുമായി ബന്ധപ്പെട്ടിട്ട്, ആമേ നല്ല നല്ല കാര്യങ്ങൾ അനുഭവിച്ചിട്ട് വർഷമേറെയായി ആമേ ഇങ്ങനെ തലമുറയായി കഷ്ടതയിലൂടെ കടന്നു വന്ന ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ഒരു നായകൻ വന്നു പറയുക, നിങ്ങളുടെ കഷ്ടം തീരാറായി, നിങ്ങളുടെ കണ്ണുനീര് തീരാറായി, നിങ്ങളുടെ ദുഃഖം തീരാറായി, നിങ്ങളുടെ പ്രയാസം തീരാറായി, നിങ്ങളുടെ പട്ടിണി തീരാറായി, നിങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന ഒരു ദേശം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരും കൂടെ അങ്ങ് ചാടി ഇറങ്ങി. ആമേൻ. കേട്ടതും അങ്ങനെയെങ്കിലും എല്ലാവരും ഇറങ്ങി, ഒരാൾ പോലും അവിടെ നിന്നില്ല. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചേ, ചിലർ പാരമ്പര്യമെങ്കിലും പറഞ്ഞ് അവിടെ പിടിച്ച് കടിച്ചു തൂങ്ങി, നമ്മൾ ജനിച്ചത് ഇവിടെയാണ്, നമ്മുടെ എല്ലാം ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് കടിച്ചു തൂങ്ങിയൊക്കെ നിൽക്കും. പക്ഷേ ഒന്നും നിന്നില്ല. നമുക്ക് സ്വർഗത്തിൽ പോയാൽ മതി, ഇവിടെ കടിച്ചു തൂങ്ങിയിട്ട് എന്തൊരെടുക്കാൻ, ഇവിടത്തെ പേരും പെരുമയും എന്തൊരു. ചിലരങ്ങനെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കുടുംബ കല്ലറയുണ്ട്, ഇവിടെ എന്ന് പറഞ്ഞാൽ കല്യാണം നടത്താൻ കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇവിടെ എന്ന് പറഞ്ഞാൽ കൊട്ടും കൊരവയും ഉണ്ട്, ഇവിടെ പിന്നെ നമ്മൾ പാരമ്പര്യം, ഇത് 5ാമത്തെ തലമുറയാണ്. ഇതും കളഞ്ഞിട്ട് സ്വർഗോ, ഇതും കളഞ്ഞിട്ട് പാലോ, ഇതും കളഞ്ഞിട്ട് തേനോ. പാലും തേനും അല്ല സ്വർഗം എന്ന് പറഞ്ഞാലും അവർക്ക് വേണ്ട. അവർക്ക് ഇവിടുത്തെ കൊട്ടും കൊരവയും മതി, ഇവിടുത്തെ പാരമ്പര്യം മതി, ഇവിടത്തേതായ പൈശാചിക ബന്ധങ്ങൾ മതി, ഇവിടത്തേതായ എല്ലാം മതി. ആമേ, മോശ പറഞ്ഞപ്പോ ഒരു കൂട്ടര് ചിലപ്പോ ഇതൊക്കെ പറഞ്ഞ് കടിച്ചു തൂങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷേ അവർക്ക് ജീവിതം മടുത്തു, അവർക്ക് ജീവിതം മടുത്തു, ഇവിടത്തെ പാരമ്പര്യം മടുത്തു, ഇവിടത്തേതായ കൊട്ടും കൊരവകളും എല്ലാം മടുത്തു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആ നിത്യത മതി, ഞങ്ങൾക്ക് ആ പാലും തേനും ഒഴുകുന്ന ദേശം മതി, ഞങ്ങൾക്ക് അത് മതി. ഇന്നു പകൽക്കാലം വചനം പറയുന്നു, വ്യർത്ഥവും പാരമ്പര്യവുമുള്ള നിങ്ങളെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാട്ടിൻ്റെ. ഹല്ലേലൂയ, ആമേൻ. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തത്. അല്ലാതെ ഇവിടുത്തെ കാശ് എണ്ണിക്കൊടുത്തല്ല നമ്മളെ വാങ്ങിച്ചത്. കാശ് എണ്ണിക്കൊടുത്തപ്പോൾ വാങ്ങിച്ചാൽ കാശ് കിട്ടുമ്പം കളഞ്ഞിട്ട് പോകും. പക്ഷെ കർത്താവിൻ്റെ രക്തത്താൽ സമ്പാദിക്കപ്പെട്ടവരെ
ആമേൻ സ്തോത്രം. ഇനി എത്ര കൊടിയ പീഡ വന്നാലും, എത്ര പ്രതികൂലം വന്നാലും, എത്ര കഷ്ടത വന്നാലും, എത്ര കണ്ണുനീര് വന്നാലും കർത്താവിനെ കളഞ്ഞു പോകത്തില്ല. കർത്താവിനെ കളഞ്ഞു പോകത്തില്ല. ആമേൻ സ്തോത്രം. മോശ പറഞ്ഞപ്പോൾ എല്ലാം ഇറങ്ങി. ചെങ്കടൽ വരുന്നവർ വരെയും പാലും തേനും ഒഴുകുന്ന ദേശമെന്ന് പറഞ്ഞ മോശ ചെങ്കടൽ അങ്ങോട്ട് കടന്നക്കരെ എത്തിയപ്പോൾ ഇസ്രായേൽ മക്കളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ദേശമൊക്കെ തന്നെയാണ്, പക്ഷേ ഹല്ലേലൂയ, പാലും തേനും ഒഴുകുന്ന ദേശം തന്നെയാണ്, പക്ഷേ അത് ചിലർ കൈവശമാക്കി വെച്ചേക്കുക, ചിലർ അവകാശം പറഞ്ഞു വെച്ചേക്കുക, ചിലർ പിടിച്ചു വച്ചിരിക്കുക. ആമേൻ. നിങ്ങൾക്കുള്ള നന്മ, നിങ്ങളുടെ തലമുറ അനുഭവിക്കേണ്ട നന്മ, നീ അനുഭവിക്കേണ്ട നന്മ, നിന്റെ കുഞ്ഞ് അനുഭവിക്കേണ്ട നന്മ, നിന്റെ കുടുംബം അനുഭവിക്കേണ്ട നന്മ, ആമേ ചില മാനുഷിക വ്യക്തികൾ തടഞ്ഞു വച്ചിരിക്കുകയാ. ചില മാനുഷിക വ്യക്തികൾ ആമേ അവകാശം പറഞ്ഞിരിക്കുകയാ. അത് നീ അനുഭവിക്കേണ്ടതാണ്. ഇന്നോ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, അത് നീ നേടിയെടുക്കണമെങ്കിൽ, അത് നീ പ്രാപിച്ചെടുക്കണമെങ്കിൽ അത് അങ്ങനെ പോയാൽ കിട്ടത്തില്ല. അതിൻ്റെ മേൽ അവകാശം പറയുന്ന ചില പാരമ്പര്യ ശക്തികൾ, അതിൻ്റെ മേൽ അവകാശം പറയുന്ന ചില പൈശാചിക ശക്തികൾ, അതിൻ്റെ മേൽ അധികാരം പറയുന്ന ചില ആമേൻ വ്യക്തികൾ, ആമേൻ ഇന്ന് പകൽക്കാലം ഉണ്ട്. ഇന്ന് പകൽ നിന്റെ തലമുറ അനുഭവിക്കേണ്ടത്, പലപ്പോഴും ഞാൻ അനുഭവിക്കേണ്ടത്, എൻ്റെ കുടുംബം അനുഭവിക്കേണ്ട നന്മകൾ പലയിടങ്ങളിൽ പിശാച് തടഞ്ഞിട്ടുണ്ട്. അതെനിക്ക് വ്യക്തമായിട്ടറിയാം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും തടയുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ തമ്പുരാൻ എനിക്ക് ആവശ്യമുള്ള ഒന്നും മുടക്കിയിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും മുടക്കിയിട്ടില്ല. ആമേൻ. ഞാൻ 25ാമത്തെ വർഷമാണ് ഈ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. 25 വർഷത്തിനകത്ത് വലിയ വലിയ പല നന്മകൾ പൈശാചികനും മാനുഷിക ശക്തികളും തടഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ ആലയത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പറയാം, ആരുടെയും കാല് പിടിക്കാൻ ഞാൻ പോയിട്ടില്ല, ആരോടും എൻ്റെ കഷ്ടത പറയാൻ പോയിട്ടില്ല, ആരോടും എൻ്റെ ബുദ്ധിമുട്ട് പറയാൻ പോയിട്ടില്ല, ആരോടും എൻ്റെ പ്രയാസം പറയാൻ പോയിട്ടില്ല. ഇന്ന് പകൽ ഞാൻ പറയാ, ആകാശത്തിലെ വാതിലടയ്ക്കാൻ ഇവിടത്തെ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. ആകാശത്തിൽ നിന്ന് അല്ലെങ്കിൽ നിന്റെ തലയ്ക്ക് മീതെ തുറന്നിരിക്കുന്ന നന്മയടയ്ക്കാൻ ഇവിടത്തെ ഒരു വ്യക്തികൾക്കോ ശക്തികൾക്കോ കഴിയത്തില്ല. ഇന്ന് പകൽ എൻ്റെ വാക്ക് കേൾക്കുന്ന, ഈ വചനം കേൾക്കുന്ന സഭയോടും ഇന്ന് പകൽ പറയാ, ചിലപ്പോ നിന്റെ തലമുറയുടെ നന്മകൾ തടഞ്ഞെന്ന് വരാ. നീ അനുഭവിക്കേണ്ടത്, നിന്റെ കുടുംബം അനുഭവിക്കേണ്ടത്, നിന്റെ കുഞ്ഞനുഭവിക്കേണ്ടത്, അവിടങ്ങളിൽ അതും ഇതും പറഞ്ഞ് തടഞ്ഞെന്ന് വരാ. അതിന് തടസ്സം നിന്നെന്ന് വരാ, അതിനെ ബ്ലോക്ക് ചെയ്തെന്ന് വരാ. ഇന്നോ പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയൂ, ഇന്നോ പകൽക്കാലം ഇവിടെ ആരാധിക്കുന്ന ദൈവസഭയോട് പറയൂ, തമ്പുരാന്റെ കരത്തെ തടയോ ഇവിടത്തെ ഒരു ശക്തികൾക്ക് സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാക്ക മതി ഏലിയാവിന് വരേണ്ടതുപോലെ വന്ന. എന്തിനാ ഒത്തിരി കാക്ക അല്ലേ? ഒരു കാക്ക മതി സഹോദരി, ഒരു കാക്ക മതി. ഒത്തിരി കാക്കകളൊരു ആവശ്യമില്ല. ദൈവം അയച്ചാൽ ഒരു കാക്ക മതി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോടൊരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. ഹല്ലേലൂയ. നീ മിസ്രൈമിൽ കിടക്കുമ്പോ, നീ പൈശാചികന്റെ കരത്തിന്റെ കീഴിൽ കിടക്കുമ്പോ, ഒരു നല്ല ആഹാരം കഴിക്കാനില്ലാതെ ഇവിടെ കിടക്കുമ്പോ, നിനക്ക് വേണ്ടി തേനും പാലും ഒഴുകുന്ന ഒരു ദേശം ദൈവം ഒരുക്കി. അതിന്ന് പകൽ കാണണം, അത് കാണണം. അത് കാണാത്തവരാണ് ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി ഇത് തന്നെ വലുതെന്നും പറഞ്ഞ് നടക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു അഭിഷേകം വെളിപ്പെടും കേട്ടോ. ആമേൻ.
ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചിലത് വെളിപ്പെടും. ഹല്ലേലൂയ. തമ്പുരാൻ്റെ മുഖത്ത് നോക്കി മുന്നോട്ട് പോയാൽ മതി. കുഞ്ഞേ, നിൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ളത് വെളിപ്പെടാൻ പോവുക. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പേ തുടക്കം കണ്ണുനീരിലായിരുന്നു. ഈ പകുതിയെ മുക്കാലാകാൻ പോകുന്നു. 9 മാസമായിട്ടും കണ്ണുനീര് മാറിയില്ല. ഇന്ന് പകൽക്കാൻ മാറാൻ സമയമായി. കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് എത്ര ആയിരക്കണക്കിന് നന്മ നിന്റെ തലമുറ അനുഭവിക്കേണ്ടത് ശത്രു തടഞ്ഞെന്നറിയാമോ? അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നു. ഹല്ലേലൂയ. ഈ ആലയത്തെ ആരാധിക്കുന്ന ഒരു സഹോദരി തന്നെ, പേരും അഡ്രസ്സൊന്നും ഞാൻ പറയില്ല. എൻ്റെ അടുത്ത് വന്ന്, പാസ്റ്ററേ, കഴിഞ്ഞ ചില വർഷങ്ങൾ കൊണ്ട് ആരും അറിയുന്നില്ല ഞങ്ങൾ കടന്നു പോകുന്ന തീ, ഞങ്ങൾ കുടിക്കുന്ന കണ്ണുനീര്, ഞാൻ അനുഭവിക്കുന്ന വേദന പാസ്റ്റർക്ക് അറിയാൻ കുറേയേറെയൊക്കെ. സ്തോത്രമെങ്കിലോ ഞങ്ങൾ എല്ലാം തുറന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അനുഭവിച്ച വേദന, ഞങ്ങൾ കുടിക്കുന്ന കണ്ണുനീര്, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, ഞങ്ങൾ അനുഭവിക്കുന്ന നിന്ന കഴിഞ്ഞ ചില മാസങ്ങളായി അനുഭവിക്കുന്ന. ഇനി വയ്യ പാസ്റ്ററേ, ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണോ. ഇനി മുന്നോട്ട് പോകാൻ വയ്യ, ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇനി അങ്ങോട്ട് പോയാൽ പരാജയമാണ്. ഇതുവരെ ദൈവം നടത്തി. ഇന്നോ പകൽ കുഞ്ഞ്, ഇന്നും നിന്റെ മുമ്പേ ചോദ്യ ചിഹ്നമാ. ഇതുവരെയും നിന്റെ കുടുംബത്തിനുള്ളത് വന്നിട്ടില്ല, ഇതുവരെയും നിന്റെ തലമുറയ്ക്കുള്ളത് വന്നിട്ടില്ല. ഇന്ന് ഒരു ചോദ്യ ചിഹ്നം പോലെ എന്തായി തീരുമെന്ന് ഇതിനകത്തിരുന്ന് ആരും അറിയുന്നില്ല. പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലോ, പുറമേ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലോ, പുറമേ എല്ലാവരുടെ മുമ്പിൽ ഹാപ്പിയായി നടക്കുന്നുണ്ടെങ്കിലോ, ഇതിനകത്തിരുന്നു കൊണ്ട് ഇന്ന് പകൽ ഇപ്പോഴോ ആ ഹൃദയം പൊട്ടിയിരുന്ന് കണ്ണുനീരൊഴുക്കുന്ന ആ പ്രിയ മകൾക്ക് വേണ്ടി ഇന്ന് പകൽ ദൈവാത്മാവിൻ്റെ ഒരു പ്രവൃത്തി ഈ പകൽ വെളിപ്പെടാൻ പോകുക. ഇന്ന് പകൽ ആ പ്രിയ മകൾക്ക് വേണ്ടി ഇന്ന് പകൽ ദൈവാത്മാവിൻ്റെ കരം ചലിക്കാൻ പോകുക. ആമേൻ. ഇന്ന് പകൽ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് എൻ്റെ നന്മകളെ തടഞ്ഞ, കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് നിന്റെ കുടുംബ ജീവിതത്തിന്റെ സന്തോഷത്തെ തടഞ്ഞ, കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് നിന്റെ ഭൗതിക നന്മകളെ തടഞ്ഞ, കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് ഹല്ലേലൂയ ആ തടഞ്ഞ പ്രതികൂലത്തിന്റെ മണ്ഡലങ്ങളെ ഇന്ന് പകൽ ദൈവാത്മാവ് വെട്ടുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് പകൽ ആത്മാവിന്റെ ശക്തി ഇതിനകത്ത് ചലിക്കുകയാ. ഇന്ന് പകൽക്കാലം പരിസരം മറന്ന് ഈ പകൽക്കാലം സ്വോത്രം പറഞ്ഞു തുടങ്ങ്. ഈ പകൽക്കാലം ദൈവാത്മാവിന്റെ ഒരു ചലനോ ഇന്ന് പകൽക്കാലോ എന്റെ കുടുംബ ജീവിതത്തിന്റെ മേ, എന്റെ തലമുറയുടെ മേ, എന്റെ ഉപജീവന മേഖലയുടെ മേ, നിന്റെ സാമ്പത്തിക മണ്ഡലത്തിന്റെ മേ ഇന്ന് പകൽക്കാലം വെളിപ്പെടുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഈ പകൽക്കാലം കർത്താവിനൊരു നന്ദി പറഞ്ഞു. കൊട്ടാരങ്ങൾ തുടങ്ങി കൂട്ടിൽ വാരി ജനം കണ്ടു നീർത്താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കൂട്ടിൽ വാരി ജനം കണ്ടു താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയോമില്ല മനുഷ്യർക്ക് ഒരു ഒരു സ്വസ്ഥതയോമില്ല മനുഷ്യർക്ക് ഒരു ആകാശത്ത് ശക്തിയിളകുന്നതാകുമെന്നോ ഭാവിക്കുമെന്നോട്ടുകൊണ്ട്. ആകാശത്ത് ശക്തിയിളകുന്നതാകുമെന്നോ ഭാവിക്കുമെന്നോട്ടുകൊണ്ട്. ജനം പേടിച്ചു ജീവരായിടുന്നേ ഒരു കീടാ. ജനം പേടിച്ചു ജീവരായിടുന്നേ ഒരു കീടാ. വികാരുടനായി വാങ്ങിടുമേ 10,000 പേർകളിൽ സുന്ദരതാ. വികാരുടനായി വാങ്ങിടുമേ 10,000 പേർകളിൽ സുന്ദരതാ. തന്റെ കുമാരരൂപം കണ്ടാനന്ദിപ്പാൻ
ആശ്വസിപ്പാൻ ഒരു മണിയാറായി പോയി നാം ആശ്വസിപ്പാൻ ഒരു മണിയാറായി പോയി നാം ആശ്വസിപ്പാൻ ഒരു വിശുദ്ധിയെ തികച്ചുനാമൊരു പ്രിയർ വരുവാതെ താമസമേയില്ല വിശുദ്ധിയെ തികച്ചുനാമൊരു പ്രിയർ വരുവാതെ താമസമേയില്ല തന്റെ വാഗ്ദത്തങ്ങൾ പലരും നിറവേറുന്നേ ഒരു തന്റെ വാഗ്ദത്തങ്ങൾ പലരും നിറവേറുന്നേ ഒരു തന്റെ വാഗ്ദത്തങ്ങൾ പലരും നിറവേറുന്നേ ഒരു വാഗ്ദത്തങ്ങൾ പലരും നിറവേറുന്നേ ഒരു ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇന്നു പകൽക്കാലം നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാരംഭിച്ച മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. നല്ല